ചൈന വീണ്ടും എല്ലാവരെയും ഞെട്ടിക്കുകയാണ്. ചൈനയെ നോക്കി ലോകം ഉറ്റുനോക്കുകയാണ്. ചൈന അവരുടെ ദേശീയത ഇങ്ങനെ വളർത്തി വലുതാക്കാൻ ചെറുപ്പം മുതലേ കുട്ടികളെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എന്താണ് ചൈന ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് മാറാനുള്ള കാരണം? ഈ ചൈന ലോക രാജ്യങ്ങളുടെ ഇടയിൽ ചൈനയുടെ സ്ഥാനം എന്ത് എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാര്യം ഈ ലോകം ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞ രണ്ട് ലോകമഹായുദ്ധങ്ങൾ നമ്മുടെ ലോകം അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും കാര്യമായ പരിക്കില്ലാണ്ട് അതൊക്കെ അതിജീവിച്ചു കടന്നുപോയ രാഷ്ട്രമാണ് ചൈന. അതിൻ്റെതായ നേട്ടങ്ങളും അവർക്കുണ്ടായി. അവർ ഇപ്പോൾ ഇന്ത്യയുമായിട്ട് അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്, വിയറ്റ്നാമിൽ അവർ സൈനികമായി ഇടപെട്ടിട്ടുണ്ട്. ഇതിനപ്പുറം വലിയൊരു ഏഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തി ആയിരുന്നിട്ട് പോലും അവർ എവിടെയും പോയി ഒരു അലമ്പുണ്ടാക്കാനായിട്ട് നിന്നിട്ടില്ല. അവർ അവരുടെ സ്വയം കരുത്തിൽ വിശ്വസിക്കുന്നു. അവരെ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എതിരിടാൻ ഇപ്പോൾ ഇന്ത്യക്ക് പോലും ചൈനയ്ക്കെതിരെ ഒരു യുദ്ധം ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നുള്ള ആശങ്ക ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ അമേരിക്ക നേരെ തിരിച്ചാണ്. അവരുടെ കയ്യിൽ സൈനിക ശക്തി ഉള്ളത് മറ്റുള്ളവരുടെ മേൽ ചുമ്മാ കുതിര കയറിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ പണി തിരിച്ചു മേടിക്കും. അപ്പോൾ അങ്ങനെ അവരുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് വലിയ രീതിയിൽ ഈ അല്ലെങ്കിൽ യുദ്ധസാമഗ്രികൾ വാങ്ങി യുദ്ധം ചെയ്തൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ് അമേരിക്ക. പക്ഷെ ചൈന ഒരിക്കലും അവർ ഈ കരുത്താർജിക്കുന്നതല്ലാണ്ട് ഉള്ള കരുത്ത് വല്ലയിടം കൊണ്ട് വെറുതെ കൊണ്ട് കളയാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ മെച്ചം അവരുടെ രാജ്യത്തുണ്ട്. കാര്യം ഒരു രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ഏറിയ പങ്കും പോകുന്നത് പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. സൈനിക ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ യുദ്ധമുണ്ടായാൽ അത് യുദ്ധക്കെടുതികൾ നേരിടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ആണ് ചൈന മുന്നോട്ട് വന്നത്. അത് മാത്രമല്ല, അതൊരു വ്യവസായ സൗഹൃദ രാഷ്ട്രമാണ്. അവിടെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ നോക്കിയാൽ മനസ്സിലാകും അവിടെ എത്ര വ്യവസായശാലകളുണ്ട് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ കൃത്യം എണ്ണമില്ല. പക്ഷേ ദശലക്ഷക്കണക്കിന് അതിലും മുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അവിടെ ഉദാരമായ വ്യവസ്ഥകളാണ് എല്ലാ വ്യവസായശാലകൾക്കും ഉള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോലും കുറേ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം, ഇപ്പോൾ കൃത്യം പറഞ്ഞാൽ തൊഴിൽ നിയമങ്ങൾ അല്ലെങ്കിൽ മലിനീകരണ നിയമങ്ങൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ കീറാമുട്ടിയാണ് പല വ്യവസായശാലകൾക്കും. പക്ഷേ ചൈനയെ സംബന്ധിച്ച് അവിടെ തൊഴിലാളി ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും അവിടെ തൊഴിലാളി സൗഹൃദമല്ല അവിടുത്തെ വ്യവസായശാലകളുടെ സ്ഥിതി. അവിടുത്തെ ശരാശരി മാസ വരുമാനം എന്ന് പറയുന്നത് 5436 yen. ഇന്ത്യൻ കറൻസിയിലോട്ട് മാറ്റുമ്പോൾ അത് ഏകദേശം ഒരു 15,000 അല്ലെങ്കിൽ 20,000 എത്തിയേക്കും. അത്രേ ഉള്ളൂ മാസ വരുമാനം. അപ്പോൾ തുച്ഛമായ വേതനമാണ് അവിടെ ഒരു മാസം ഓരോ തൊഴിലാളിക്കും ശരാശരി കിട്ടുന്നത്. അത് മാത്രമല്ല, അവിടെ ഈ പരമാവധി ഈ തൊഴിലാളികളുടെ പ്രായപരിധി, ഒരു ശരാശരി പ്രായം എന്ന് പറയുന്നത് 40 വയസ്സിന് ചെറുപ്പക്കാരൊന്നും അല്ല അവിടെ പണിയെടുക്കുന്നതിലേറെ. പണിയെടുക്കുന്നവരെല്ലാം വയസ്സന്മാരാണ്. 40 വയസ്സാണ് അവരുടെ ശരാശരി പ്രായം. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു വ്യവസായ അന്തരീക്ഷമാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ കടുത്ത രാഷ്ട്രീയ നിലപാടുള്ള ഒരു രാഷ്ട്രം കൂടിയാണ് ചൈന. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് അവിടെ ഭരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ ഭരണകൂട രഹസ്യങ്ങളൊക്കെ ആ രാജ്യത്തിൻ്റെ 4 അതിർത്തികൾക്കുള്ളിൽ തന്നെ ഉള്ളതാണ്. അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശി അവിടെ രാജ്യത്തേക്ക് കടന്നു വന്നാൽ കൃത്യമായ നിരീക്ഷണം ഉണ്ടാകും. ഏതെങ്കിലും വാർത്തകൾ അവിടെ നിന്ന് ഇപ്പോൾ അവിടെ തന്നെ ഉള്ള ഔദ്യോഗിക മാധ്യമങ്ങൾ വഴി പുറത്തുവിടുന്ന വിവരങ്ങൾക്കപ്പുറം സ്വകാര്യ ചാനലുകൾക്കോ വാർത്തകൾക്കോ അത്തരത്തിൽ രാജ്യത്തെ ബാധിക്കുന്ന തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പോലും അവിടെ അവകാശമില്ല. അപ്പോൾ അത്തരത്തിൽ കടുത്ത ഇരുമ്പ് മറയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രം. ഉത്തര കൊറിയയേക്കാൾ കഷ്ടമാണ്. ഉത്തര കൊറിയ ഒരുപാട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് എത്തി നോക്കാൻ ആളുകൾ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ ചൈനയിൽ പോയി അവിടെ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായി നിരീക്ഷിക്കാൻ ആർക്കും ധൈര്യം പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെ ഷീ ജിൻപിങ് 2013 അദ്ദേഹം അധികാരത്തിലെത്തിയത്. ഒരു ഏകാധിപതിയെ പോലെ അദ്ദേഹം നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പോലും അദ്ദേഹം തന്നെ സമഗ്ര ആധിപത്യം സ്ഥാപിച്ചിരിക്കുക. അദ്ദേഹത്തിന് മരണകാലം വരെ വേണമെങ്കിൽ ചൈനയിൽ ഭരണാധികാരിയായിട്ട് തുടരാം. ഇപ്പോൾ 73 വയസ്സായി. മരിക്കുന്നത് വരെ വേണമെങ്കിൽ അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാം, പ്രസിഡന്റ് പദവിയിൽ തുടരാം എന്ന രീതിയിൽ അവർ ഭരണഘടനയിലടക്കം പാർട്ടി ബൈലോയിലടക്കം ഭേദഗതികളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കടുത്ത നിലപാടുകൾ എടുത്ത് ആ രീതിയിൽ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന രാഷ്ട്രമാണ് ചൈന. അപ്പോൾ എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഈ ദേശീയത എന്ന് പറയുന്ന ബോധം അവർക്ക് അതിഭീകരമായിട്ടുണ്ട്. ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത നിലപാടുള്ള അല്ലെങ്കിൽ കടുത്ത ദേശീയ ബോധമുള്ളതാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കുറച്ച് കൂടുതലാണല്ലേ, കുറച്ചധികമാണ്. അപ്പോൾ അതിനു വേണ്ടി കുട്ടികളെ കുഞ്ഞുനാളിലെ മുതൽ ഇങ്ങനെ ഈ മുലപ്പാലിനൊപ്പം ദേശീയതയും കൂടി ചാലിച്ചു കൊടുത്താണ് അവിടെ വളർത്തുന്നത്. ഇപ്പോൾ ഒരു വാർത്ത വന്നേക്കുന്നത് ഈ വരുന്ന 2-ാം തീയതി അവിടെ ഒരു വലിയ സൈനിക പരേഡ് നടക്കാൻ പോവുകയാണ്. അത് ഈ 2-ാം ലോക മഹായുദ്ധ കാലത്ത് ചൈനയും ജപ്പാനുമായിട്ടൊന്ന് ഉരസിയായിരുന്നു. അപ്പോൾ ജപ്പാനെ ചൈന പരാജയപ്പെടുത്തി. അപ്പോൾ ആ യുദ്ധവിജയത്തിൻ്റെ 80ാമത് വാർഷികമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ സൈനിക പരേഡ് നടക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്കൂൾ കുട്ടികളെ അടക്കം ആ പരേഡിൻ്റെ ഭാഗമാക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ അല്ല, ഇവരുടെ ഹെയർ സ്റ്റൈലൊക്കെ അങ്ങ് പരിഷ്കരിച്ചു. എന്നിട്ട് യുദ്ധ ടാങ്കുകൾ, വിമാനങ്ങൾ, ഇതൊക്കെയാണ് തലയിൽ ഇങ്ങനെ ഷേവ് ചെയ്ത് ചിത്രങ്ങൾ നിർമ്മിക്കാമല്ലോ. ഇത് മാത്രമല്ല, ഈ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി, അതാണ് അവരുടെ സൈന്യത്തിൻ്റെ പേര്. അപ്പോൾ PLA അത് സൂചിപ്പിക്കുന്ന തരത്തിൽ അവരുടെ തലമുടിയിൽ അത്തരം ചില പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ കരുതുന്ന എന്താ, നമ്മുടെ കുഞ്ഞുങ്ങൾ രാജ്യസ്നേഹത്തോടെ വളരുക. പക്ഷേ ഭരണകൂടം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായി കുഞ്ഞുനാളിലെ മുതൽ ഇവരെ ഈ രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിനൊപ്പം നിർത്തുക. എവിടെ പോയാൽ, ഇപ്പോൾ നമ്മളടക്കം കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഈ നാട് എന്തൊരു കഷ്ടമാണ്, എന്ത് ദുരന്തമാണ്, നമുക്ക് വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി, ഇപ്പോൾ ഗൾഫിലോ അമേരിക്കയിലോ പോയി നമ്മുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം. അതിന് കാരണങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള അരക്ഷിതാവസ്ഥയും നമ്മുടെ ജീവിത നിലവാരം വളരെ മോശമാണെന്നുള്ള തിരിച്ചറിവും കൊണ്ടാണ്. എന്നാൽ ചൈനയിലുള്ളവർക്ക് ഒരിക്കലും അങ്ങനെ ഒരു ചിന്താഗതി ഇല്ല. അവർ അമേരിക്കയിൽ കുറേ അധികം ചൈന പൗരന്മാർ അമേരിക്കയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവർ ഏറിയ പങ്കും ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ജീവിതം പടുത്തുയർത്തുന്നത് ചൈനയിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഏതാണ്ട് 140 കോടിയോളം വരുന്ന ജനസംഖ്യ ഉള്ള വിശാലമായ ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ അവർക്ക് അവിടെ നാട്ടിൽ നിന്നുകൊണ്ട് ഇപ്പോൾ പരിമിതമായ ജീവിത സാഹചര്യങ്ങളേ ഉള്ളൂ എന്നുള്ളത് വാസ്തവം തന്നെ. എന്നിരുന്നാലും അവരവിടെ തന്നെ തൃപ്തി കണ്ടെത്തുന്നു എന്നുള്ളതാണ് സാധ്യം. പിന്നെ ഒന്നുകൂടിയുണ്ട്, ഇപ്പോഴും അവിടെ പലയിടങ്ങളിലും ഈ അടിമത്ത സമ്പ്രദായം നിലനിൽക്കുന്നു. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്, ഒയ്ഗൂർ മുസ്ലിങ്ങൾ എന്ന് പറയും. അപ്പോൾ അവരെയൊക്കെ, ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെയൊക്കെ ഇപ്പോഴും കൃത്യമായി അടിച്ചമർത്തി, അതിനൊന്നും ആരും ചോദ്യം ചെയ്യാൻ പോലുമില്ല. അപ്പം അത്തരത്തിൽ നിലപാടുള്ള ഒരു രാഷ്ട്രമാണ്. 1949 അവിടെ ഈ 1910 അവിടെ ഈ അടിമത്ത സമ്പ്രദായമൊക്കെ നിർത്തലാക്കിയെങ്കിലും 49 വരെ അത് ഒളിഞ്ഞും തെളിഞ്ഞും ആ സമൂഹത്തിലുണ്ടായിരുന്നു. അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ ഇപ്പോഴും പലയിടങ്ങളിൽ ഉണ്ട്. അപ്പോൾ രാജാവ് കൽപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഭരണകൂടം കൽപ്പിക്കുന്നത് പോലെ അവിടെ തൊഴിലെടുക്കുക അല്ലെങ്കിൽ ജീവിച്ചു പോരുക എന്നുള്ള ഒരു നിലപാടാണ്. പിന്നെ ഒരു രസകരമായ സംഗതികൾ ചൈനയെ സംബന്ധിച്ചുണ്ട്. അവിടെ ഈ ജനസംഖ്യ വല്ലാണ്ടൊക്കെ കൂടിയപ്പോൾ അവിടെ ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയ, ഒരു കുടുംബത്തിന് ഒരു കുട്ടി, നാം ഒന്ന് നമുക്കൊന്ന്, ആ ഒരു സമ്പ്രദായം നടപ്പിലാക്കിയ രാഷ്ട്രമാണ് ചൈന. ഒന്നിലധികം കുട്ടികൾ ഉണ്ടായെങ്കിൽ അതിന് പിഴയൊടുക്കേണ്ടി വരും. പക്ഷെ അതിൻ്റെ ദുരന്തവും ആ രാജ്യം പേറി. അവിടെ ശരാശരി പ്രായം, ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ഇപ്പോൾ 90-ഉം 100-ഉം അതായത് കിഴവന്മാരുടെ അല്ലെങ്കിൽ വൃദ്ധകളുടെ ഒരു കൂട്ടമായിട്ട് അത് മാറുന്നു എന്നുള്ള തിരിച്ചറിവിനെ തുടർന്നാണ് പിന്നെ ഒരു കുട്ടി സമ്പ്രദായമൊക്കെ അവർ റദ്ദാക്കിയിട്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായി. ഈ ഒരു കുട്ടി മാത്രം മതി എന്നുള്ള ചിന്താഗതി വന്നപ്പോൾ മാതാപിതാക്കൾ സൗകര്യപൂർവ്വം പെൺകുട്ടികളെ വേണ്ട, ആൺകുട്ടികളെ മതി എന്ന് ചിന്തിച്ചിപ്പോൾ അവിടെ കല്യാണം കഴിക്കാൻ ആണുങ്ങൾക്ക് സ്ത്രീകളെ കിട്ടാത്തൊരവസ്ഥ വരെ ഉണ്ടെന്നുള്ള വാർത്തകളൊക്കെ വരുന്നു. ഇത്തരത്തിൽ ആ തീവ്ര ദേശീയ ബോധം, അപ്പോൾ അതും എന്തുകൊണ്ട് രാജ്യത്തെ തിരസ്കരിക്കാൻ വയ്യ, രാജ്യത്ത് ഇങ്ങനൊരു നിയമം ഉണ്ട്, അത് അങ്ങ് പാലിച്ചേ പറ്റൂ എന്നൊരു ബോധം അവരിൽ അടിച്ചേൽപ്പിച്ചു, കുഞ്ഞുനാളിലേ മുതൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ടാണ് അത്തരം നിലപാടുകളിലേക്ക് അവർ പോകേണ്ടി വന്നത്. അപ്പോൾ ഇപ്പോഴും ആ നിലപാടുകളിൽ അവർ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ദേശീയ ബോധം ഇങ്ങനെ കുഞ്ഞുനാളിലേ മുതലേ ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് ആ തരത്തിൽ വളർത്തിയെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫലം ആ രാജ്യത്തിന് പുരോഗതിയെ സംബന്ധിച്ച്, അതായത് ഭൗതികമായ പുരോഗതിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ലോകത്തെമ്പാടും വിറ്റഴിക്കുന്ന സാധനങ്ങളിൽ ഏതാണ്ട് 40-50% ചൈനീസ് ഉൽപ്പന്നങ്ങൾ. ആ രീതിയിലേക്ക് രാജ്യം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. അതിന് കാരണമായത് നിർബന്ധിതാവസ്ഥയിൽ പണിയെടുക്കാൻ ഒരു വിഭാഗം അല്ലെങ്കിൽ ആ ജനസമൂഹം മുഴുവൻ തയ്യാറാകുന്നു. അവരെ കൃത്യമായി അതിലേക്ക് നയിക്കാനായിട്ട് ആ ഭരണകൂടത്തിനുള്ള പ്രാപ്തിയും ഉണ്ടാകുന്നു. അപ്പോൾ ചൈന എന്ന് പറയുന്നത് ഏഷ്യയിലെ മികച്ച ഒരു സൈനിക ശക്തി, സാമ്പത്തിക ശക്തിയായിട്ട് വന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെ കുറേയുള്ള അണിയറ കഥകളും അതിൻ്റെ പിന്നിലുണ്ട്.